ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതു അവന്തികയോട് പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പിള്ളേരല്ലേ, ആതിരയുടെ വയറ്റിലുള്ളത് നമ്മുടെ സന്ദീപിന്റെ കുഞ്ഞല്ലേ, അങ്ങനെയൊന്നും തള്ളി പറയാനാകില്ലല്ലോ എന്ന് സേതു പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സന്ദീപിന് എന്താണെങ്കിലും കുറ്റം പറയില്ല. സന്ദീപ് ആദ്യം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഏട്ടത്തി എന്ന നിലയ്ക്ക് ഒന്നെങ്കിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു, അല്ലെങ്കിൽ അച്ഛനോടെങ്കിലും ഒരു മരുമകളുടെ സ്ഥാനത്ത് നിന്ന് പറയണായിരുന്നു. അതൊന്നും അർച്ചന ചെയ്തില്ലല്ലോ. പണ്ട് ഇതുപോലെയാ നന്ദനും ഇറങ്ങിപ്പോയത്. ഇനിയും ആരും പോകുന്നത് താങ്ങാൻ എനിക്ക് വയ്യ. ഒരു കുമിളയുടെ അത്രയും മാത്രമേ ആയുസ് എനിക്കിപ്പോ ഉള്ളൂ. അച്ഛന്റെ ആഗ്രഹത്തോടൊപ്പം മോളും നിൽക്കണം. മോള് ഒന്നുകൂടി ആലോചിക്ക്, അവരെ ശിക്ഷിക്കണോ അതോ സ്വീകരിക്കണോ എന്ന്. തുടർന്ന് അവന്തിക പറയുകയാണ്, അച്ഛന്റെ വിഷമം എനിക്ക് കാണാൻ വയ്യ. അച്ഛനെ അർച്ചനേക്കാളേറെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ അകത്തേക്ക് വിളിക്കാം. പക്ഷേ എന്റെ ഒരു കണ്ടീഷൻ അച്ഛൻ സമ്മതിക്കണം. അങ്ങനെ അവന്തിക തന്റെ കണ്ടീഷൻ സേതു മാധവനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സേതു ഒരു കുടയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ചെന്നിട്ട് സച്ചിയോട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരാൻ പറയുന്നതാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാകുന്നു. സന്ദീപ് ആതിരയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോ സേതു അവരെ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ്, നിൽക്ക്, ഈ പ്രശ്നത്തിന്റെ എല്ലാം കാരണക്കാരൻ സന്ദീപാണ്. ഏതൊക്കെ രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും തെറ്റിനും ചതിക്കുമൊക്കെ ഒരേ അർത്ഥം മാത്രമേ ഉള്ളൂ. സന്ദീപിന്റെ ഭാര്യയാണ് ആതിര. സന്ദീപിന്റെ കുഞ്ഞാണ് ആതിരയുടെ വയറ്റിൽ വളരുന്നതും. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ വീട്ടിൽ കയറ്റുമ്പോഴേ എനിക്ക് ഒരു നിബന്ധനയുണ്ട്. സന്ദീപ് ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ വീട്ടിലേക്ക് കയറാം. ചെയ്ത തെറ്റിന് സന്ദീപ് മാത്രം വീട്ടിൽ കയറണ്ട. പറഞ്ഞത് ഞാനാണെങ്കിലും ഈ തീരുമാനമെടുത്തത് അവന്തികയാണെന്ന് സേതു പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. സ്വന്തം മകനെ വീട്ടിൽ കയറ്റരുതെന്ന് ഒരു മരുമകൾ പറയുമ്പോ ആ മകൻ കാരണം എന്ത് വേദന അനുഭവിച്ചതുകൊണ്ടാകാം ആ തീരുമാനത്തിനോട് യോജിച്ചതെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ മതി. അത്രയും പറഞ്ഞ് സേതു അകത്തേക്ക് പോകുമ്പോ സച്ചി പറയുകയാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഒന്നെങ്കിൽ ആതിരയും കൊണ്ട് ഇവിടെ നിന്നിറങ്ങാം, ഞങ്ങളും ഒപ്പം കാണും. അല്ലെങ്കിൽ ഇപ്പോ ആതിര തൽക്കാലം വീട്ടിനുള്ളിലേക്ക് കയറട്ടെ. അച്ഛന്റെയും ഏട്ടത്തിന്റെയും ദേഷ്യം മാറുമ്പോ അവർ തന്നെ നിന്നെ തിരിച്ചു വിളിച്ചോളും. ഇത് കേൾക്കുന്ന സ്നേഹയും പറയുകയാണ്, സച്ചേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടേട്ടാ, ആതിര ഇവിടെ നിൽക്കട്ടെ. തുടർന്ന് സന്ദീപ് അതിനോട് സമ്മതിക്കുകയാണ്. ഏട്ടൻ പറഞ്ഞതുപോലെ ഞാൻ മാറി നിൽക്കാം. അവരുടെയൊക്കെ ദേഷ്യം മാറുമ്പോ അവരെന്നെ തിരിച്ചു വിളിച്ചോളും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ആതിരയെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് സച്ചി പറയുന്നു. തുടർന്ന് സന്ദീപ് അവിടെ നിന്ന് പോകുമ്പോ സന്ദീപിന്റെ പുറകെ ചെന്ന് സന്ദീപിനെ കെട്ടിപ്പിടിച്ചിട്ട് ആതിര പറയുകയാണ്, സന്ദീപേ, നീ ഇല്ലാതെ ഞാനിവിടെ നിൽക്കില്ല. നിന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ആതിരെ, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഇപ്പോൾ ഇവിടുന്ന് പോയാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ഈ വീട്ടിലേക്ക് തിരികെ വരാൻ സാധിക്കില്ല. നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. 2 ദിവസം കഴിയുമ്പോൾ സന്ദീപ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നോളും. തുടർന്ന് ആതിരയെ സമാധാനിപ്പിച്ച് സന്ദീപ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ സച്ചിയും സ്നേഹയും അകത്തേക്ക് പോകുമ്പോൾ അവരുടെ പിന്നാലെ ആതിരയും അർച്ചനയും കയറുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് അവന്തിക വരുമ്പോൾ അവന്തികയെ കാണുന്ന അർച്ചന ആതിരയോട് പറയുകയാണ്, വലതുകാല് വെച്ച് തന്നെ കയറിക്കോ മോളെ. അങ്ങനെ അവന്തികയുടെ മുന്നിൽ കൂടെ തന്നെ ആതിരയും വിളിച്ചുകൊണ്ട് അർച്ചന അകത്തേക്ക് കയറുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന ആതിരയും കൊണ്ട് സന്ദീപിന്റെ മുറിയിലേക്ക് വന്നിരിക്കുന്നതാണ്. തുടർന്ന് സന്ദീപിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മ വരുമ്പോൾ ആതിര വിഷമത്തോടെ നിൽക്കുകയാണ്. മോളെ, എനിക്ക് നിന്നോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. സന്ദീപ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ സൂക്ഷിക്കണം. ഇവിടെയുള്ള എല്ലാവരെയും നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് അർച്ചന പറയുമ്പോൾ എല്ലാവരെയും എനിക്കറിയാമെന്നും നല്ലൊരു ജീവിതം ഇവിടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ലെന്നും ആതിര പറയുന്നു. പിന്നെ നിനക്ക് എന്ത് വന്നാൽ നിന്റെ ഒപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ നീ താഴേക്ക് പോകണ്ട. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. നീ ആദ്യം ഈ ഡ്രസ്സൊക്കെ മാറ്റ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അർച്ചന മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയുമാണ്. സന്ദീപിന്റെ കാര്യമോർത്ത് വിഷമിച്ചിരിക്കുന്ന അർച്ചനയെ ആശ്വസിപ്പിക്കുകയാണ് സച്ചി. അവന്തികേട്ടത്തി അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടുണ്ടോ? എടോ, അച്ഛന്റെ സ്ഥാനത്തുനിന്ന് താനും കൂടി ഒന്ന് ആലോചിച്ചു നോക്ക്. ഒറ്റ നിമിഷം കൊണ്ടല്ലേ അച്ഛന്റെ കൺമുന്നിൽ എല്ലാം തകർന്നു വീണത്. എന്നെയും തന്നെയും സന്ദീപിനെ ഒന്നും വിട്ട് അച്ഛന് അകന്നു കഴിയാൻ കഴിയില്ലടോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അച്ഛൻ എന്നോട് എന്താ ഇതൊക്കെ ചെയ്തതെന്ന് ഒന്ന് ചോദിച്ചാൽ മതി. പക്ഷേ അച്ഛൻ എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അതാ എന്റെ വിഷമമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ചെന്ന് അച്ഛനോട് സംസാരിക്കാം. പിന്നീട് കാണിക്കുന്ന ആതിരയാണ്. സന്ദീപിന്റെ മുറിയിൽ നിന്ന് കണ്ണാടിയിൽ നോക്കുകയാണ് ആതിര. അതേസമയം അനഘ അങ്ങോട്ടേക്ക് വരികയാണ്. കരഞ്ഞും നിവൃത്തികേട് അഭിനയിച്ചും നീയും നിന്റെ ചേച്ചിയും കൂടി സന്ദീപിന്റെ ഭാര്യ പദവി
അടിച്ചു മാറ്റിയല്ലേ? നമ്മൾ ഇനി നേരിൽ കാണുമ്പോഴേ നിന്നെ കൊല്ലാനിരുന്നതാ ഞാൻ. നിന്നെപ്പോലെ ഒരുത്തിയെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ട കാര്യമില്ലെന്ന് എൻ്റെ ചേച്ചി പറഞ്ഞതുകൊണ്ടാ ഞാനിവിടെ അടങ്ങി നിൽക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ആതിര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.